പ്രസൂസ് ലൈഫ് സ്റ്റൈലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ, ഇന്ന് നമ്മൾ നല്ലൊരു ഹൽവയാണ് ഉണ്ടാക്കുന്നത്. അത് നമ്മൾ പപ്പായ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ഇവിടെ നമ്മൾ ഒരു വലിയ പപ്പായയാണ് എടുത്തിരിക്കുന്നത്. ആ പപ്പായയുടെ പകുതിയായിട്ട് കട്ട് ചെയ്ത ശേഷം എടുത്തിരിക്കുകയാണ്. പപ്പായ ഹൽവയ്ക്കായി നല്ലവണ്ണം പഴുത്ത ഒരു പപ്പായയാണ് വേണ്ടത്. ഇവിടെ നമ്മൾ എടുക്കുന്നത് ഓറഞ്ചും ചുവപ്പും കളറിലുള്ള ഒരു പപ്പായയാണ് എടുത്തേക്കുന്നത്. പപ്പായ ഹൽവ ഉണ്ടാക്കുന്നതിന് മുന്നേ ആദ്യം പപ്പായയെ നന്നായി തൊലി ചെത്തിക്കളയുക. തൊലി ചെത്തി നല്ലവണ്ണം വൃത്തിയാക്കി എടുക്കുക. വൃത്തിയാക്കി എടുത്ത ശേഷം ഇതിനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കുക. ചെറിയ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത് അരച്ചെടുക്കാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. നമ്മളിത് ഫ്രിഡ്ജിനകത്ത് വെച്ച് സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഈസിയായി നല്ല ക്രീം ടെക്സ്ചറിലേക്ക് ഇത് നമുക്ക് കിട്ടുന്നതാണ്. ഇതൊരു വലിയ പപ്പായയുടെ പകുതിയാണ്. കഴിഞ്ഞ ദിവസം ഇതിൻ്റെ പകുതി മുറിച്ചു മാറ്റിയിരുന്നു. മുറിച്ചു മാറ്റി നമ്മളിതിന് സാധാരണ കഷ്ണങ്ങളാക്കി കഴിക്കുകയായിരുന്നു. അപ്പോൾ ബാക്കി പകുതി നമ്മൾ ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിച്ച് വെച്ചിരുന്നത് കൊണ്ട് ഇതിൽ നല്ല തണുപ്പുണ്ട്. തണുപ്പുള്ളത് കൊണ്ട് തന്നെ നമ്മൾ കഷ്ണങ്ങളായി കട്ട് ചെയ്ത ശേഷം ഇതിനെ നല്ലവണ്ണം മിക്സിയിൽ അരച്ചെടുത്തപ്പോൾ നല്ല ക്രീം പോലെ വന്നിരിക്കുകയാണ്. ഒരു സ്പൂൺ ഉപയോഗിച്ച് ഇതിനകത്ത് എന്തെങ്കിലും കഷ്ണങ്ങളുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതിനുശേഷം കഷ്ണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ കഷ്ണങ്ങളെ എടുത്തു മാറ്റി ഒന്നുകൂടെ എന്തെങ്കിലും മിച്ചമായിട്ട് നമുക്ക് ഇനിയും അരയ്ക്കാനായി പപ്പായ കഷ്ണങ്ങൾ ഉണ്ടെങ്കിൽ ആ പപ്പായ കഷ്ണങ്ങൾക്കോടൊപ്പം ഇതിനെ വീണ്ടും ഒന്ന് അരയ്ക്കുക. ഇല്ല എങ്കിൽ അതിനെ ഒഴിവാക്കുക. പപ്പായ കഷ്ണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ കൈ കൊണ്ട് അതിനെ കുത്തിപ്പിഴിഞ്ഞ് ഇടാനോ ശ്രമിക്കരുത്. അതിൽ ചെറിയ ചെറിയ രീതിയിലുള്ള തരികളുണ്ടാകും. ആ തരികൾ നമ്മൾ ഹൽവ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ പെർഫെക്ഷൻ കുറയ്ക്കുന്നതാണ്. നമ്മൾ പപ്പായ ഹൽവ തയ്യാറാക്കുമ്പോൾ അതിനകത്ത് ഒരു തരി കഷ്ണം പോലും ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനകത്ത് എന്തെങ്കിലും കഷ്ണമുണ്ടോ എന്ന് തീർച്ചയായും ഉറപ്പുവരുത്തേണ്ടതാണ്. നമ്മളിങ്ങനെ അരച്ചെടുത്ത പേസ്റ്റിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. അതിനുശേഷം നമുക്ക് കുറച്ച് സാധനങ്ങൾ കൂടി ഇതിന് ആവശ്യമായിട്ടുള്ള തയ്യാറാക്കേണ്ടതുണ്ട്. ഇനി കുറച്ച് കോൺഫ്ലവർ എടുക്കാവുന്നതാണ്. കോൺഫ്ലവർ 2-3 സ്പൂൺ. നമ്മുടെ കയ്യിലിരിക്കുന്ന പപ്പായയുടെ പേസ്റ്റ് എത്രമാത്രമുണ്ടോ അതിനനുസരിച്ച് നമുക്ക് കോൺഫ്ലവർ എടുക്കാവുന്നതാണ്. ഇതിലേക്ക് ശുദ്ധമായ വെള്ളം ഒഴിക്കുക. ചിലരൊക്കെ പാൽ ഉപയോഗിക്കാറുണ്ട്. നമ്മളിതിലേക്ക് വെള്ളമാണ് ഉപയോഗിക്കുന്നത്. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് പാലോ വെള്ളമോ ചേർക്കാവുന്നതാണ്. ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് നല്ലതുപോലെ കലക്കുക. നല്ലതുപോലെ കട്ട പിടിക്കാതെ നല്ലതുപോലെ ഇളക്കി ചേർത്ത് വയ്ക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട്സ് എടുക്കാം. കാഷ്യൂ നട്ട്സോ ബദാമോ എള്ളോ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്തൊക്കെ സാധനങ്ങൾ നമുക്ക് ചേർക്കാൻ ഇഷ്ടമുണ്ടോ അതെല്ലാം ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. ഞാനിവിടെ കുറച്ച് കാഷ്യൂ നട്ട്സ് മാത്രമേ ചേർക്കുന്നുള്ളൂ. ആ കാഷ്യൂ നട്ട്സ് നല്ല വലിപ്പമുള്ള കാഷ്യൂ നട്ട്സാണ്. അതുകൊണ്ട് തന്നെ ഞാനിതിനെ ചെറിയ ചെറിയ പീസുകളാക്കുകയാണ്. ചെറിയ ചെറിയ പീസുകളാക്കുമ്പോൾ അതിനകത്തേക്ക് ഇടുമ്പോൾ ധാരാളമായി ഇടാനും പറ്റും. ഇത് വെന്ത് കഴിയുമ്പോൾ തന്നെ ഇതിനൊപ്പം കുറച്ചുകൂടി വലിപ്പത്തിലേക്ക് മാറുകയും ചെയ്യുന്നതാണ്. ഇനി ഒരു 4-5 സ്പൂൺ പഞ്ചസാര ഒരു പാത്രത്തിൽ എടുത്തു വയ്ക്കുക. ഹൽവയ്ക്ക് നല്ല മണത്തിനായി ഒരു ഏലക്ക എടുക്കുക. ഏലക്ക നല്ലതുപോലെ തല്ലി പിഴിഞ്ഞെടുക്കുക. ഹൽവ ഉണ്ടാക്കുവാൻ വളരെയധികം അത്യാവശ്യമാണ് നെയ്യ്. നല്ല ശുദ്ധമായ നെയ്യ് ഇതിനായി എടുക്കുക. ഹൽവ തയ്യാറാക്കാനുള്ള സാധനങ്ങളെല്ലാം നമ്മളിപ്പോൾ തയ്യാറാക്കി വച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഹൽവ ഉണ്ടാക്കാവുന്നതാണ്. അതിനായി നല്ലൊരു ചുവട് കട്ടിയുള്ള പാത്രം എടുക്കുക. നന്നായി കഴുകിയ ശേഷം അടുപ്പിലേക്ക് വയ്ക്കുക. അതിലെ വെള്ളം നല്ലതുപോലെ വറ്റിയ ശേഷം കുറച്ച് നെയ്യ് നന്നായി തടവുക. ഇല്ല എങ്കിൽ 2-3 സ്പൂൺ നെയ്യ് അതിലേക്ക് ഒഴിക്കുക. ഇവിടെ നമ്മളൊരു 2 സ്പൂണോളം നെയ്യ് അതിലേക്ക് ഒഴിക്കുകയാണ്. നെയ്യ് ചെറുതായൊന്ന് ചൂടായി വരുമ്പോൾ തന്നെ നമ്മുടെ പാത്രവും നന്നായി ചൂടാകുന്നതാണ്. ഈ സമയത്ത് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന പപ്പായ പേസ്റ്റ് ഇതിലേക്ക് ഒഴിക്കാവുന്നതാണ്. ഈ പപ്പായ പേസ്റ്റിന് നല്ലവണ്ണം നെയ്യോട് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. നെയ്യും പപ്പായയും നന്നായി ചേർന്ന ശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാര ഇതിലേക്ക് തട്ടിക്കൊടുക്കുക. പഞ്ചസാര തട്ടിക്കൊടുത്ത ശേഷം നന്നായി വീണ്ടും ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇതിനകത്തെ വെള്ളം ഏകദേശം വറ്റി എന്ന് നമുക്ക് തോന്നുന്ന സമയത്ത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലവർ ലായനി ഉണ്ടല്ലോ, കോൺഫ്ലവർ വെള്ളവുമായി ചേർത്ത് നന്നായി കലക്കി വെച്ചിരിക്കുന്ന ഒരു ലായനി ഉണ്ടാകും. ആ ലായനി എടുത്ത് ഇതിലേക്ക് ചേർക്കുക.
അതിനു മുന്നേ തന്നെ കോൺഫ്ലവർ ചിലപ്പോൾ കുറച്ച് നേരത്തെ മുന്നേ ആണല്ലോ നമ്മളിത് കലക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ചിലപ്പോൾ കട്ടയാകാനുള്ള ചെറിയൊരു ചാൻസ് ഉണ്ട്. ഒന്നുകൂടെ നന്നായി ഒരു സ്പൂൺ ഉപയോഗിച്ച് അതിനെ കലക്കി കൊടുക്കുക. നന്നായി കലക്കിയ ശേഷം നമ്മൾ അതിലേക്ക് ഇതിനെ ഒഴിക്കുക. കോൺഫ്ലവർ ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മളതിനെ വളരെ നല്ല രീതിയിൽ ഇളക്കിക്കൊണ്ടേയിരിക്കണം. കാരണം കോൺഫ്ലവർ ഇതിനെ കട്ട പിടിക്കാനായി കൂടുതൽ സഹായിക്കുന്നൊരു സാധനമാണ്. ഇതിനിടയിൽ നമുക്ക് കുറച്ചുകൂടെ നെയ്യ് വേണമെന്ന് തോന്നിയാൽ അതിലേക്ക് ഒഴിക്കാവുന്നതാണ്. ഇതിനൊപ്പം തന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയ അണ്ടിപ്പരിപ്പ് അതിന് നമുക്ക് ഇതിലേക്ക് തട്ടാവുന്നതാണ്. ഇതിനൊപ്പം തന്നെ നമുക്ക് ഏലക്ക, നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ഏലക്ക ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. ഈ ചെറിയ ചെറിയ പീസുകൾ കുറച്ച് നേരം കഴിയുമ്പോൾ നല്ല രീതിയിൽ ഇത് വലുതാകുന്നതായി കാണാം. നമ്മുടെ ഹൽവ തയ്യാറാകുന്നതിനനുസരിച്ച് ഇതിനകത്തിട്ടിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് കൂടുതൽ വലുതായി നല്ല രീതിയിൽ വലുതാകുന്നത് കാണാവുന്നതാണ്. ഇനി വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടി നെയ്യ് ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. പാത്രത്തിൽ നിന്ന് നല്ലവണ്ണം വിട്ട് വരുന്നത് വരെ നല്ലതുപോലെ ഇളക്കുക. നല്ലതുപോലെ ഇളക്കി വരുമ്പോൾ നമുക്ക് കുറച്ചധികം നേരമാകുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ സാധാരണ കടയിൽ നിന്ന് വാങ്ങുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് ഈ ഒരു പപ്പായ ഹൽവ ആയി മാറുന്നത് കാണാവുന്നതാണ്. ഇനി വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടി നെയ്യ് ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. പാത്രത്തിൽ നിന്ന് നല്ലവണ്ണം വിട്ട് വരുന്നത് വരെ നല്ലതുപോലെ ഇളക്കുക. നല്ലതുപോലെ ഇളക്കി വരുമ്പോൾ നമുക്ക് കുറച്ചധികം നേരമാകുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ സാധാരണ കടയിൽ നിന്ന് വാങ്ങുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് ഈ ഒരു പപ്പായ ഹൽവ ആയി മാറുന്നത് കാണാവുന്നതാണ്. കുറച്ചധികം നേരം ഇതിനെ ഇളക്കിക്കൊണ്ടേയിരിക്കുമ്പോൾ ഈ ഒരു ടെക്സ്ചറിലേക്കൊക്കെ മാറുന്നതാണിത്. കുറച്ച് നേരം നന്നായി ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഇളക്കുന്നതിനിടയിൽ തന്നെ നമ്മൾ ഒരു ചെറിയൊരു പാത്രം എടുത്ത ശേഷം അതിലേക്ക് കുറച്ച് നെയ്യൊന്ന് തടവി വയ്ക്കുക. ഇനി നന്നായി ഇളക്കി കഴിഞ്ഞ ശേഷം ഏകദേശം ഈ ഒരു പരുവമൊക്കെ ആകുമ്പോൾ നമ്മളിതിനെ ഈ പാത്രത്തിലേക്ക്, നേരത്തെ ഒരു പാത്രത്തിൽ നമ്മൾ നെയ്യ് തടവി വെച്ചിരിക്കുകയായിരുന്നു, ആ നെയ്യ് തടവി വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് ഇതിനെ ഒഴിക്കുക. ഒഴിച്ച ശേഷം ഒരു പാത്രമോ എന്തെങ്കിലും കൊണ്ട് ചെറുതായി അതിനെ നിരത്തി അതിലേക്ക് ചേർത്ത് വയ്ക്കുക. നന്നായി തണുത്ത ശേഷം നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ പാത്രത്തിന് മുകളിലേക്ക് ഒരു പാത്രം വയ്ക്കുക. എന്നിട്ട് അതിനെ തിരിച്ചു വയ്ക്കുക. അന്നേരം നമ്മുടെ ഈ പപ്പായ ഹൽവ ആ പാത്രത്തിലേക്ക് കറക്റ്റായിട്ട് ഇളകി വരുന്നതാണ്. ഇനി നമുക്ക് ഇതിനെ ചെറിയ ചെറിയ പീസുകളാക്കി ഉപയോഗിക്കാവുന്നതാണ്. ഈ പപ്പായ ഹൽവയ്ക്ക് നല്ല നിറമുണ്ടല്ലേ. ഇതിനകത്തേക്ക് നമ്മൾ ഫുഡ് കളർ ഒന്നും തന്നെ ചേർത്തിട്ടില്ല. കാരണം ഈ പപ്പായ നമ്മുടെ വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. അതുമാത്രമല്ല ഈ പപ്പായയ്ക്ക് നല്ല നിറമുണ്ട്. ഇങ്ങനെ നല്ല നിറമുള്ള പപ്പായ എടുത്തു കഴിഞ്ഞാൽ ഇത്രമാത്രം നല്ല നിറമുള്ള ഹൽവ നമ്മൾ പുറത്തുനിന്ന് കടയിൽ നിന്ന് വാങ്ങുന്ന പോലത്തെ അത്രയും മനോഹരമായ നിറമുള്ള ഹൽവ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. മഴക്കാലമൊക്കെ ആയതുകൊണ്ട് ഇപ്പോൾ ധാരാളം പപ്പായ വളരെ വേഗം പഴുക്കുന്നുണ്ട്. ഈ പഴുക്കുന്ന പപ്പായ എല്ലാം നമുക്ക് കഴിക്കാനായി പറ്റില്ല. കുറച്ച് അധികമായി പഴുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആഹാര സാധനങ്ങൾ ഉണ്ടാക്കി 2-3 ദിവസത്തിലധികം നമുക്ക് വെച്ച് സ്റ്റോർ ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. ആ ഒരു ആശയത്തിന്മേൽ ആണ് ഇങ്ങനെയൊരു പപ്പായ ഹൽവ ഉണ്ടാക്കാനായി നമ്മൾ തീരുമാനിച്ചത്. ഈ പപ്പായ ഹൽവയുടെ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കാൻ മറക്കരുത്. എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനിയും നല്ല നല്ല വിഭവങ്ങളും നല്ല നല്ല കൃഷികളുമായി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ്.